നമസ്കാരം. ഈ ടോക്ക് പ്രസൻറ്റ് ചെയ്യാൻ ഈ ടോപ്പിക്ക് കിട്ടിയപ്പോഴും ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴും അതിന് മുന്നേ ഞാൻ ആദ്യം 20 ആൾക്കാരോട് ചോദിച്ചു, വാട്ട് ഡസ് ഹാപ്പിനെസ് മീൻ ടു യു? നിങ്ങളെ സംബന്ധിച്ച് സന്തോഷം എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് കിട്ടിയ 20 മറുപടികളിൽ നിന്ന് 5 എണ്ണം ഞാൻ തിരഞ്ഞെടുത്തു. ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്സ്, നല്ലൊരു ചിക്കൻ ബിരിയാണി, സമാധാനം, നോയിങ് ഐ നെവർ റൺ ഔട്ട് ഓഫ് ബുക്സ് ടു റീഡ്. സന്തോഷം എന്ന് വെച്ചാൽ അതിപ്പോൾ മനസ്സിന് വരേണ്ട ഒരു സാധനമല്ലേ? ഞാൻ തിരഞ്ഞെടുത്ത ഈ 5 മറുപടികളും അതാണോ ശരിക്കും സന്തോഷം? സന്തോഷം എന്ന് വെച്ചാൽ എന്താണ്? ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാണ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ ഇനിയുള്ള 45 മിനിറ്റ്സിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട്, വാട്ട് ഡസ് ഹാപ്പിനെസ് മീൻ ടു മീ? അത് ഈ കോണ്ടെക്സ്റ്റിൽ, ഈ ടോക്കിൻ്റെ കോണ്ടെക്സ്റ്റിൽ ആലോചിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ സൈക്കോളജി സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാവാം. പക്ഷെ എനിക്ക് തന്നെ നൽകിയ ആൻസർ, ഹാപ്പിനെസ് ഇസ് എ കോംപ്ലെക്സ് പ്രോഡക്റ്റ് ഓഫ് ബയോകെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ബ്രെയിൻ. മസ്തിഷ്കത്തിൽ നടക്കുന്ന ജൈവരാസ പ്രക്രിയകളുടെ ഒരു ഉൽപ്പന്നമാണ് സന്തോഷം. ഈ ജൈവരാസി പ്രക്രിയയിൽ ഇൻവോൾവ് ആയിട്ടുള്ള 5 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്: എൻഡോകനാബിനോയിഡ്സ്, എൻഡോജനസ് ഓപ്പിയോയിഡ്സ്, ഡോപ്പമീൻ, സെറോട്ടോണിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഈ 5 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താണ്? അതെങ്ങനെ നമ്മുടെ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്നു, സന്തോഷത്തെ അവരെങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ മുന്നേ നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണ്? ബ്രെയിനിൻ്റെ ഇൻഡിവിജ്വൽ സെൽസ്, അതായത് മസ്തിഷ്ക കോശങ്ങളാണ് ന്യൂറോൺസ്. 2 ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനിലത്തെ കെമിക്കൽസ് ആണ്. 2 ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കെമിക്കൽസ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. അവർക്ക് പല എഫക്ട്സും ഉണ്ട്. സന്തോഷമായിട്ട് ബന്ധപ്പെട്ട 5 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ 5 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ മുന്നേ ആദ്യമായി നമ്മൾ പ്ലഷറും ഹാപ്പിനെസ്സും തമ്മിലുള്ള വ്യത്യാസം പറയേണ്ടത് അത്യാവശ്യമാണ്. ഹിഡോണിയ വേഴ്സസ് യൂഡിമോണിയ. ഹിഡോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഷർ, ഒരു ഉല്ലാസം. ആ സമയം ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തോന്നുന്ന ഒരു ഉല്ലാസത്തിൻ്റെ നിർവൃതി അല്ലെങ്കിൽ ആ ഒരു അനുഭൂതി, അതാണ് ഹിഡോണിയ. പക്ഷെ യൂഡിമോണിയ അല്ലെങ്കിൽ സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ സന്തുഷ്ടി, സംതൃപ്തി എന്നുള്ള പല എലമെൻസും ഉണ്ട്. യൂഡിമോണിയെക്കുറിച്ച്, അതായത് ലോങ് ടേം ഹാപ്പിനെസ്സിനെ കുറിച്ച്, അതിൻ്റെ ന്യൂറൽ കോറിലേറ്റ്സ്, അതിൽ കറക്റ്റ് ഏതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഇൻവോൾവ്, അത് നമ്മുടെ ന്യൂറോ സയൻസ് മുഴുവനായി മനസ്സിലാക്കിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഹിഡോണിയ, പ്ലഷർ അല്ലെങ്കിൽ ഉല്ലാസം, ആ അനുഭൂതി, അതിനെക്കുറിച്ചുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. യൂഡിമോണിയയും ഹിഡോണിയയും വ്യത്യാസം ഉണ്ടെങ്കിലും ഹിഡോണിയ ഇല്ലാതെ യൂഡിമോണിയ ഇല്ല, പ്ലഷർ ഇല്ലാതെ ഹാപ്പിനെസ് ഇല്ല. ഒരു ലോങ് ടേം ഹാപ്പിനെസ്സിന് ഉല്ലാസം അത്യാവശ്യമാണ്. ഹാപ്പിനെസ് സർവേയിൽ ലൈഫ് വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തരാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ ജീവിതത്തിൽ പല പോയിന്റിൽ, പല സന്ദർഭങ്ങളിൽ ചോദിക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ഉല്ലാസങ്ങൾ എൻജോയ് ചെയ്യുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ഹിഡോണിയ ഇല്ലാതെ യൂഡിമോണിയ ഇല്ല. ഹിഡോണിക് നെറ്റ്വർക്ക്, നമ്മുടെ ബ്രെയിനിൽ ഈ ഹിഡോണിയ അല്ലെങ്കിൽ ഈ ഉല്ലാസം അത് അനുഭവിക്കാനുള്ള ഹിഡോണിക് മെക്കാനിസം നമ്മുടെ ബ്രെയിനിലുണ്ട്. ന്യൂക്ലിയസ് അക്കംബൻസ്, വെൻട്രൽ പാലിഡം, ബ്രെയിൻ സ്റ്റെം ആൻഡ് കോർട്ടെക്സിലെ പാർട്ടിലാണെങ്കിൽ ഓർബിറ്റോ ഫ്രണ്ടൽ സിംഗുലേറ്റ്, മീഡിയൽ പ്രീഫ്രണ്ടൽ ആൻഡ് ഇൻസുലാർ കോർട്ടിസസിൽ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ചിലത് മാത്രമേ ഈ ഉല്ലാസം എന്നുള്ള സെൻസേഷൻ, പ്ലഷർ എന്നുള്ള സെൻസേഷൻ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുള്ളൂ. ഈ ഉല്ലാസം എന്നുള്ള സെൻസേഷൻ്റെ ഉൽപ്പാദനം ഇതിലാകെ ന്യൂക്ലിയസ് അക്കംബൻസിലും വെൻട്രൽ പലീഡത്തിലും മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കി ഭാഗങ്ങൾ ഈ പ്ലഷർ എന്നുള്ള സെൻസേഷൻ, ഉല്ലാസം നടക്കുന്നുണ്ട്, അത് എന്ത് സ്റ്റിമുലസാണ് നമുക്ക് തന്നത്, അങ്ങനത്തെ ലിങ്കൊക്കെ ഉണ്ടാക്കാനാണ് ബാക്കി പാർട്സ് പ്രവർത്തിക്കുന്നത്. ഈ ന്യൂക്ലിയസ് അക്കംബൻസും വെൻട്രൽ പലീഡുമാണ് പ്ലഷറിൻ്റെ ആക്ച്വൽ ജനറേഷൻ, കോസേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്സ് ഓഫ് ദി ബ്രെയിൻ. അതിനെ നമുക്ക് ഹിഡോണിക് ഹോട്ട് സ്പോട്ട്സ് എന്ന് വിളിക്കാം. കാരണം അവിടെയാണ് ഈ ജനറേഷൻ നടക്കുന്നത്, ഉൽപ്പാദനം നടക്കുന്നത്. നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വെൻട്രൽ പലീഡമായ ഒരു ഹോട്ട്സ്പോട്ട് ഡാമേജ് ആയ ഒരു പേഷ്യൻറ്റിൻ്റെ റെയർ കേസ് നമുക്കറിയാം. ഡ്രഗ് ഓവർഡോസ് കാരണം ബ്രെയിനിൽ വേണ്ട ഓക്സിജൻ കിട്ടാതെ ഈ ഹോട്ട്സ്പോട്ടായ വെൻട്രൽ പലീഡിയം ഈ പേഷ്യൻ്റെ ഡാമേജ് ആയി. അതിനുശേഷം ഈ എക്സ്പീരിയൻസ് ഡിപ്രഷൻ, ഹോപ്പ്ലെസ്നെസ് ആൻഡ് ആൻഹെഡോണിയ. ഹിഡോണിയ പ്ലഷറിൻ്റെ സെൻസേഷൻ, ഉല്ലാസിൻ്റെ സെൻസേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആൻഹെഡോണിയ എന്ന് പറഞ്ഞാൽ ആ ഉല്ലാസം അനുഭവപ്പെടാതിരിക്കുന്ന ഒരു സ്ഥിതി, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. അപ്പോൾ ഈ ഹോട്ട്സ്പോട്ട്സ് ആയ, ഈ പ്ലഷർ ജനറേറ്റ് ചെയ്യുന്ന ഹോട്ട്സ്പോട്ടായ വെൻട്രൽ പലീഡിയം ഡാമേജ് വന്ന ഒരു പേഷ്യൻറ്റിന്
പിന്നെ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി പോയി. പണ്ട് പ്ലഷർ കൊടുത്തിരുന്ന ഡ്രഗ്സും ആൽക്കഹോൾ വരെ പിന്നെ പ്ലഷർ സെൻസേഷൻ കൊടുക്കാതെയായി. ഹൗ ഇസ് പ്ലഷർ കോസ്റ്റ് ഇൻ ദിസ് ഹിഡോണിക് ഹോട്ട്സ്പോട്ട്സ്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഉല്ലാസത്തിൻ്റെ ഉൽപ്പന്നം നടക്കുന്നു പറഞ്ഞ ഈ വെൻട്രൽ പെലീഡിയം ന്യൂക്ലിയസ് അക്കംബൻസിൽ എങ്ങനെയാണ് ഈ ഉൽപ്പാദനം നടക്കുന്നത്? അവിടെയാണ് നമ്മൾ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ആദ്യത്തെ രണ്ടെണ്ണം വരുന്നത്, ഓപ്പിയോയിഡ് ആൻഡ് എൻഡോകനാബിനോയിഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. എൻഡോകനാബിനോയിഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കനാബിനോയിഡ്സ്, ആസിൻ കനാബിസ്, ആസിൻ കഞ്ചാവ് എന്ന് വെച്ചാൽ ഇടുക്കി ഗോൾഡ്. പക്ഷേ ഇത് കഞ്ചാവല്ല, പക്ഷെ നമ്മുടെ ശരീരത്തിൽ തന്നെ കഞ്ചാവ് പോലെ പ്രവർത്തിക്കുന്ന കനാബിനോയിഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ട്സ്പോട്ട്സ്, ഈ ഉല്ലാസം ജനറേറ്റ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഹോട്ട്സ്പോട്ട്സിൽ ഈ പ്ലഷർ എന്നുള്ള സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഈ എൻഡോകനാബിനോയിഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു പങ്ക് നിർവഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ എൻഡോജനസ് ഓപ്പിയോയിഡ്സ്. എൻഡോജനസ് ഓപ്പിയോയിഡ്സ് നമ്മുടെ ശരീരത്തിൽ തന്നെ നാച്ചുറൽ പെയിൻ കില്ലേഴ്സാണ്. നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യണ ഒരു തരം മോർഫീൻ. അത് ആങ്സൈറ്റി, പെയിൻ, സ്ട്രെസ് ഒക്കെ കാമിയാണ് അതിൻ്റെ ജോലി. പക്ഷേ ഈ ഓപ്പിയോയിഡ്സ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എൻഡോജനസ് ഓപ്പിയോയിഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോർഫിൻസ്. ഈ എൻഡോജനസ് ഓപ്പിയോയിഡ്സ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഹിഡോണിക് ഹോട്ട്സ്പോട്ട്സിൽ ഈ ഉല്ലാസം എന്നുള്ള സെൻസേഷൻ അത് ഉൽപ്പാദിപ്പിക്കാനും ഒരു റോള് നിർവഹിക്കുന്നുണ്ട്. കൊഴുപ്പ് കൂടിയതും മധുരം കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഉല്ലാസത്തിൻ്റെ സെൻസേഷൻ ഉണ്ടാവുന്ന ന്യൂറോ സയൻസ്, പ്ലഷറിനെ കുറിച്ചുള്ള ന്യൂറോ സയൻസ് സ്റ്റഡീസിൽ പണ്ടേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, എൻഡോകനാബിനോയിഡ്സ് ആൻഡ് ഓപ്പിയോയിഡ്സ്, ആ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആക്ഷൻ പഠനങ്ങളിൽ കെമിക്കലി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കൊഴുപ്പും മധുരവും ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്ന ആ ഉല്ലാസത്തിൻ്റെ ആ എക്സ്പീരിയൻസ് കുറയും ആൾക്കാർക്കും. നമ്മൾ ലാബ് റാറ്റ്സിലാണ് ഇത് ആദ്യം പരീക്ഷിച്ചത്, അതിനുശേഷം മനുഷ്യന്മാരിലും. ഈ എൻഡോകനാബിനോയിഡ് ആൻഡ് ഓപ്പിയോയിഡിൻ്റെ ആക്ഷൻ, ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആക്ഷൻ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഉല്ലാസം എന്നുള്ള സെൻസേഷൻ, ഉല്ലാസം അല്ലെങ്കിൽ കൊടുക്കുന്ന കൊഴുപ്പും മധുരവും ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നൽകാൻ പറ്റാതെയാവും. അപ്പോൾ ഈ ഹോട്ട്സ്പോട്ട്സ് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ആക്ടിവേറ്റ് ആവുക? ഈ ഉല്ലാസം എന്നുള്ള സെൻസേഷൻ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മൾ പറഞ്ഞ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എപ്പോഴൊക്കെയാണ് ആക്ടിവേറ്റ് ആവുക? ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഷുഗറി ആൻഡ് ഫാറ്റി ഫുഡ്സ്, കൊഴുപ്പുള്ളതും മധുരമുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഈ ഹോട്ട്സ്പോട്ട്സ് ജനറേറ്റ് ആവും. അതേപോലെ തന്നെ എക്സസൈസ്, എൻഡോകനാബിനോയിഡ്സും എൻഡോർഫിൻസും രണ്ടും വലിയൊരളവിൽ റിലീസ് ചെയ്യണ ആക്ടിവിറ്റിയാണ് എക്സസൈസ്. അതേപോലെ ഓർഗാസം കഴിഞ്ഞിട്ട് ബ്ലഡിൽ എൻഡോർഫിൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുന്നേക്കാളും ഒരുപാട് കൂടിയിട്ടുണ്ടാവും. പക്ഷെ ഓർഗാസം തന്നെ വേണമെന്നില്ല, ജസ്റ്റ് ബീയിങ് വിത്ത് യുവർ ലവ്ഡ് വൺ. നമ്മൾ പ്രേമിക്കുന്ന ആളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ, അവരുടെ കൂടെ സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലഡിലെ എൻഡോർഫിൻസ് ലെവൽസ് പഴയതിനേക്കാട്ടിലും കൂടിയിട്ടുണ്ടാവുമെന്നാണ് പഠനങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതേപോലെ ചിരി, ഒന്ന് നന്നായി പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡോർഫിൻസ് ഒരുപാട് റിലീസ് ആവുന്നതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് ഡോപ്പമീൻ ഡിബേറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു ഈ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, എൻഡോകനാബിനോയിഡ്സ് ആൻഡ് ഓപ്പിയോയിഡ്സ് ആണ് ഈ പ്ലഷർ ജനറേഷൻ, ഈ ഉല്ലാസം എന്നുള്ള സെൻസേഷൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. പക്ഷേ ഒരു അടുത്ത കാലം വരെ ന്യൂറോ സയൻസിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഡോപ്പമീനാണ് ഈ പ്ലഷർ സെൻസേഷൻസ്, ഈ ഉല്ലാസം ക്രിയേറ്റ് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ പുതിയതായി ന്യൂറോ സയൻസിൽ കണ്ടുപിടിച്ചത് ഡോപ്പമീൻ ഈ ക്രിയേഷനിൽ, ഈ പ്ലഷർ എന്നുള്ള സെൻസേഷൻ്റെ കോസേഷൻ, അതിൻ്റെ ഉൽപ്പാദനത്തിൽ ഒരു റോളും പ്ലേ ചെയ്യുന്നില്ല, ഒരു പങ്കും നിർവഹിക്കുന്നില്ല എന്നാണ്. പിന്നെ എന്താണ് ഡോപ്പമീൻ ചെയ്യുന്നത്? ഈ പ്ലഷർ നമുക്ക് തരുന്ന സ്റ്റിമുലൈ, അത് ഫാറ്റി ആൻഡ് ഷുഗറി ഫുഡ്സ് ആവട്ടെ, എക്സസൈസ് ആവട്ടെ, ലവ് ആവട്ടെ, അതൊക്കെ വേണം എന്നുള്ള തോന്നൽ, അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ, അതാണ് ഡോപ്പമീൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനം നൽകുക, ആ സെൻസേഷൻ നമുക്ക് വേണം എന്നുള്ള തോന്നൽ, ദ വാണ്ടിങ് സെൻസേഷനാണ് ഡോപ്പമീൻ ക്രിയേറ്റ് ചെയ്യണത്. ഇത് ന്യൂറോ സയൻസിൽ വളരെയധികം കോട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഡോപ്പമിനർജിക് ന്യൂറോൺസ്, നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ റിലീസ് ചെയ്യണ ന്യൂറോൺസിൽ ഇലക്ട്രോഡ്സ് കൊടുത്തിട്ട് ലാബ് റാറ്റ്സിന് അത് സ്വന്തം സ്റ്റിമുലേറ്റ് ചെയ്യാൻ, സ്വന്തം ബട്ടൺ അമർത്തിയാൽ ആ ന്യൂറോൺസ് സ്റ്റിമുലേറ്റ് ആയി ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ആവും എന്നുള്ള ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണവും വെള്ളം പോലും ഉപേക്ഷിച്ച് അവർ വീണ്ടും ആ ബട്ടൺ പ്രസ് ചെയ്ത് അവരെ തന്നെ ആ ഡോപ്പമൈൻ റിലീസിന് വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള സ്റ്റഡി. ഇതിന്ന് നമ്മൾ ഒരു അടുത്ത കാലം വരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഡോപ്പമീനാണ് ഈ ഉല്ലാസം എന്നുള്ള സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യണതെന്നാണ്. പക്ഷേ ഈ
പക്ഷേ ഈ അടുത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഡോപ്പമീൻ ഈ പ്ലഷർ എന്നുള്ള സെൻസേഷൻ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിന് വേണമെന്ന് ഉള്ള തോന്നൽ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ലാബ് റാറ്റ്സിൽ ചെയ്ത അതേപോലെ ഒരു കേസിൽ ഒരു ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യൻ്റെ ഡോപ്പമിനർജിക് ന്യൂറോൺസിൽ തന്നെ ഈ ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തപ്പോൾ ഒറ്റ ഇരിപ്പിൽ 1000-ലധികം തവണ അയാൾ ആ ബട്ടൺ അമർത്തിക്കൊണ്ടിരുന്നു വീണ്ടും വീണ്ടും. പക്ഷേ അന്ന് നമ്മൾ അതിനെ പ്ലഷർ എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയത്. പക്ഷെ പിന്നെ ഇപ്പോൾ പുതിയ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്, എന്താണെന്ന് വെച്ചാൽ അത് ആക്ച്വലി പ്ലഷർ, ഇത് ഉല്ലാസം ക്രിയേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ അത് വീണ്ടും വീണ്ടും വേണം, ആ സ്റ്റിമുലേഷൻ വേണം എന്നുള്ള തോന്നൽ, അതിനു വേണ്ടിയുള്ള മോട്ടിവേഷൻ, പ്രചോദനം മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ എന്നാണ്. അപ്പോൾ ഈ പ്ലഷർ എന്നുള്ള ഈ കോംപ്ലക്സ് ടോപ്പിക്കിൽ ഡോപ്പമീൻ്റെ റോള് ആ മോട്ടിവേഷൻ, പ്രചോദനം, അത് വേണം എന്നുള്ള തോന്നലാണ്. പാർക്കിൻസൺസ് ഡിസീസ് മനുഷ്യന്മാരിൽ ഡോപ്പമീൻ കുറയ്ക്കുന്ന ഒരു അസുഖമാണ്. ആ അസുഖമുള്ള ആൾക്കാരിൽ നോക്കുകയാണെങ്കിൽ ആൻഹെഡോണിയ, നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഇൻകേപ്പബിലിറ്റി, ഉല്ലാസം എൻജോയ് ചെയ്യാൻ പറ്റാതിരിക്കുക, അത് വരും. അത് ഈ ആൻഹെഡോണിയ ഉല്ലാസം ജനറേറ്റ് ചെയ്യുന്ന ഹിഡോണിക് ഹോട്ട്സ്പോട്ട്സിൽ കേടോ ആ എൻഡോകനാബിനോയിഡ്സ് ആൻഡ് ഓപ്പിയോയിഡ്സിനുള്ള കുറവ് കാരണമല്ല, പക്ഷെ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ, അതിനു വേണ്ടിയിട്ടുള്ള പ്രചോദനം, ആ ഒരു പ്ലഷർ കൊടുക്കാൻ പറ്റുന്ന സ്റ്റിമുലായി കണ്ട അത് വേണം തോന്നി അതിനു വേണ്ടി വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഡോപ്പമീൻ കുറയുമ്പോൾ ഇല്ലാണ്ടാവുന്നതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞ 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും എൻഡോകനാബിനോയിഡ്സ്, ഓപ്പിയോയിഡ്സ് ആൻഡ് ഡോപ്പമീൻ ഹിഡോണിയായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഓൾറെഡി ഞാൻ തുടങ്ങുമ്പോൾ ഹിഡോണിയയും യൂഡിമോണിയയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഹിഡോണിയ മൊമെൻ്ററി പ്ലഷർ, യൂഡിമോണിയ കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ടുള്ള നമ്മുടെ ഹാപ്പിനെസ്, സംതൃപ്തി, സന്തോഷം. അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ അറിഞ്ഞത്രയും വെച്ച് ആ ലോങ് ടേം ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് സിറോട്ടോണിൻ. നമ്മുടെ വെൽബീയിങ്ങിന് സിറോട്ടോണിൻ ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ വളരെ ആക്സിഡൻ്റലായിട്ടാണ് കണ്ടുപിടിച്ചത്. 1950s ട്യൂബർക്ലോസിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ഡ്രഗായിരുന്നു ഇപ്രോനിയാസിൻ. പക്ഷെ അത് ട്യൂബർക്ലോസിസിൽ ആക്ച്വലി ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല, അത് ഭേദമാക്കിയിട്ടില്ല. പക്ഷെ ഡോക്ടേഴ്സ് ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ ട്യൂബർക്ലോസിസ് പേഷ്യൻസ്, ഇപ്രോനിയാസിഡ് വെച്ച് ട്രീറ്റഡ് ആയിട്ടുള്ള ട്യൂബർക്ലോസിസ് പേഷ്യൻസ്, അവരുടെ അസുഖത്തെക്കുറിച്ച് ബോധേഡ് ആവണത് കുറഞ്ഞു. അവർ പണ്ടത്തെക്കാട്ടിലും സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഇപ്രോനിയാസിഡ് ഡിപ്രഷൻ്റെ ഒരു ഡ്രഗ്, ഡിപ്രഷൻ്റെ എഗൻസ്റ്റുള്ള ഡ്രഗായി, ആൻറ്റി ഡിപ്രസൻ ഡ്രഗായിട്ട് 1957 മുതൽ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്രോനിയാസിഡ് ആക്ച്വലി വർക്ക് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ സിറോട്ടോണിൻ ലെവൽ, സിറോട്ടോണിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടാണ്. അങ്ങനെയാണ് സിറോട്ടോണിൻ കുറയുമ്പോഴാണ് മനുഷ്യന്മാർക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ വരുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത്. ആൻഡ് ഇപ്പോൾ നമ്മുടെ ഡിപ്രഷനുള്ള കറണ്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SSRIs ആണ്, സിലക്റ്റീവ് സിറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ. ആ മരുന്ന് നമ്മുടെ ശരീരത്തിലെ സിറോട്ടോണിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് ഡിപ്രഷൻ കുറയ്ക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിപ്രഷൻ ഒരു കെമിക്കൽ ഇംബാലൻസ് അല്ല. സിറോട്ടോണിൻ കുറഞ്ഞു, അപ്പോൾ ആൻറ്റി ഡിപ്രസൻസ് കഴിച്ചപ്പോൾ ആ കെമിക്കൽ ഇംബാലൻസ് മാറി, സിറോട്ടോണിൻ തന്നെ കൂടി, അപ്പോൾ വീണ്ടും സന്തോഷം നമുക്ക് കിട്ടി. അങ്ങനത്തെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ അല്ല. ഈ ഡിപ്രഷനുള്ള പേഷ്യൻസിൽ ഒരുപാട് നെഗറ്റീവ് ചിന്താരീതികൾ നമുക്ക് കാണാം, ഒരുപാട് നെഗറ്റീവ് കോഗ്നിറ്റീവ് പാറ്റേൺസ്. അതായത് റിജക്ഷനോടുള്ള സെൻസിറ്റിവിറ്റി കൂടുതൽ, ആത്മവിശ്വാസക്കുറവ്, നെഗറ്റീവായിട്ടുള്ള വീക്ഷണം എല്ലാത്തിനെ കുറിച്ച്. അപ്പോൾ സിറോട്ടോണിൻ ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ തലച്ചോറിലെ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിനെയാണ് അത് ബാധിക്കുന്നത്. സിറോട്ടോണിൻ കൂടുമ്പോൾ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്സിലത്തെ ഇൻഫർമേഷൻ പ്രോസസ്സിങ് മാറി ഈ നെഗറ്റീവ് ചിന്താ രീതികളെ അത് പതുക്കെ മാറ്റും. അങ്ങനെ ലോങ് റണ്ണിൽ അത് മൂഡിനെ മെച്ചപ്പെടുത്തും. അതല്ലാതെ ഒരു ഇമ്മീഡിയറ്റ് കെമിക്കൽ ഇംബാലൻസ് സോൾവ് ചെയ്ത് സിറോട്ടോണിൻ കഴിക്കുമ്പോൾ പെട്ടെന്ന് സന്തോഷം വരികയല്ല. അതുകൊണ്ട് തന്നെ സിറോട്ടോണിൻ നമ്മുടെ വെൽബീയിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് പുതിയ കണ്ടുപിടുത്തം. കാരണം നമ്മുടെ ലോങ് റണ്ണിൽ പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് വീക്ഷണം, പെർസെപ്ഷൻ, സമാധാനം, ഇതിനൊക്കെ സിറോട്ടോണിനാണ് ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നത്. അതേപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്ന വേറൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഓക്സിറ്റോസിൻ. പക്ഷെ ഇപ്പോൾ ഈ സിറോട്ടോണിൻ എവിടെ നിന്ന് കിട്ടും? പോസിറ്റീവ് ഇമോഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിറോട്ടോണിൻ്റെ ലെവൽ നമ്മുടെ തിങ്കിങ് പാറ്റേൺസിനെ എഫക്റ്റ് ചെയ്യും, നമ്മളെങ്ങനെ ചിന്തിക്കും എന്നുള്ളത് എഫക്റ്റ് ചെയ്യും. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ തോട്ട്സിന് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ റിലീസും ഒരളവോളം സ്വാധീനിക്കാൻ പറ്റുന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. ഒരു പഠനത്തിൽ ആൾക്കാരോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ഓർക്കാനും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ഓർക്കാനും, പിന്നെ പ്രത്യേകിച്ച് പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും പറഞ്ഞു. അതിനുശേഷം അവരുടെ സിറോട്ടോണിൻ ലെവൽ ബ്ലഡിൽ ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിച്ചവരുടെ സിറോട്ടോണിൻ കൂടി, നെഗറ്റീവ് കാര്യങ്ങൾ ആലോചിച്ചവരുടെ സിറോട്ടോണിൻ കുറയും, ന്യൂട്രൽ കാര്യങ്ങൾ ആലോചിച്ചവരുടെ സിറോട്ടോണിൻ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്തു.
അവിടെ നിന്നാണ് ഈ പുതിയ ഐഡിയ സജസ്റ്റഡ് ആയത്. അതായത് സിറോട്ടണിന് നമ്മുടെ ചിന്താരീതികളെ ബാധിക്കാൻ പറ്റുന്ന പോലെ തന്നെ നമ്മുടെ തോട്ട്സിന് സിറോട്ടണിൻ്റെ പ്രൊഡക്ഷനും റിലീസിനെയും എഫക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻഡോകനാബിനോയിഡ്സിൻ്റെയും ഓപ്പിയോയിഡ്സിൻ്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൽ സിറോട്ടണിൻ ലെവൽ കൂടും. പിന്നെ സിറോട്ടണിൻ്റെ പ്രൊഡക്ഷനിലും നമ്മുടെ റിലീസിലും ഒരു പങ്ക് നിർവഹിക്കുന്ന ഒരു ഘടകമാണ് സൺലൈറ്റ്, സൂര്യപ്രകാശം. ഡിപ്രഷൻ്റെ ഒരു വകഭേദമാണ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ. ഇത് വലിയ ലോങ് വിൻറ്റേഴ്സും സൺലൈറ്റ് ഇല്ലാത്ത കണ്ടീഷൻസ് ഇല്ലാത്ത ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഇതിൻ്റെ അധികം കേസസ് റിപ്പോർട്ടഡ് അല്ല. പക്ഷേ യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ കൺട്രീസിൽ ഭയങ്കര ലോങ് വിൻറ്റേഴ്സ്, സൺലൈറ്റിനോടുള്ള എക്സ്പോഷർ കുറഞ്ഞിട്ടുള്ള സമയത്ത് വിൻറ്ററിൽ മാത്രം വന്ന് സമ്മർ ആകുമ്പോഴേക്കും ശരിയാവുന്ന ഒരു സീസണലായിട്ട് വരുന്ന ഡിപ്രഷനാണ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് സൺലൈറ്റ് പോലത്തെ ലൈറ്റിനോടുള്ള എക്സ്പോഷറാണ്. അപ്പോൾ സൺലൈറ്റും ഈ സിറോട്ടണിൻ റിലീസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ പറഞ്ഞ സിറോട്ടണിൻ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ മൂഡിനെ എഫക്റ്റ് ചെയ്യല്ല ചെയ്യുക, പക്ഷെ നമ്മുടെ ചിന്താ രീതികളെയാണ് എഫക്റ്റ് ചെയ്യുക. അതേപോലെ സന്തോഷത്തിലത്തെ ഒരു ഘടകത്തെ എഫക്റ്റ് ചെയ്യണ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഓക്സിറ്റോസിൻ. ഇത് ആദ്യം ഒരു ഫീമെയിൽ ഹോർമോണായിട്ടാണ് വിശ്വസിച്ചിരുന്നത്. കാരണം ചൈൽഡ് ബർത്തിലും ലാക്ടേഷനിലും ഒരു റോള് പ്ലേ ചെയ്യുന്നതാണ് ഈ ഓക്സിറ്റോസിൻ. പക്ഷെ പിന്നീട് കണ്ടുപിടിച്ച് ഓക്സിറ്റോസിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായി സ്ത്രീകളുടെ മാത്രമല്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തലച്ചോറിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടിയാണെന്ന്. ഇത് ഡയറക്റ്റായിട്ട് ഒരു നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യുകയും നമുക്ക് പ്ലഷർ കോസ് ചെയ്യുകയും നമുക്ക് ഉല്ലാസം തരികയല്ല ചെയ്യുന്നത്. പക്ഷേ സന്തോഷത്തിൻ്റെ അടിസ്ഥാന ഘടകം ഒരു അടിസ്ഥാന ഘടകത്തെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഓക്സിറ്റോസിൻ. ആൻഡ് ആ അടിസ്ഥാന ഘടകമാണ് നമ്മുടെ സോഷ്യൽ റിലേഷൻസും ഇൻട്രാക്ഷൻസും, നമുക്ക് ബാക്കിയുള്ളവരുള്ള ബന്ധങ്ങളും അവരോടുള്ള നമ്മളുടെ ഇൻട്രാക്ഷൻസും. ഈ ഓക്സിറ്റോസിനെ നമ്മൾ ട്രസ്റ്റ് മോളിക്യൂൾ എന്നാണ് പറയുക. ബാക്കിയുള്ളവരോട് നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നത് ഇതൊക്കെ ഓക്സിറ്റോസിൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് നിർവഹിക്കുന്നുണ്ട്. ഓരോ പഠനങ്ങളിൽ ഓക്സിറ്റോസിൻ ലെവൽ കെമിക്കലി കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ, പങ്കിടാൻ, അവരുടെ പൈസ പോലും കൂടുതൽ പങ്കിടാൻ തയ്യാറാവും. അതേപോലെ സ്നേഹബന്ധങ്ങൾ നിർമ്മിക്കാൻ നമ്മുടെ ബോണ്ടിങ് എന്നുള്ള ആ ഒരു പ്രോസസ്സിലും ഓക്സിറ്റോസിൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് നിർവഹിക്കുന്നുണ്ട്. മെറ്റേണൽ ബോണ്ടിങ്, അമ്മയും കുഞ്ഞും തമ്മിൽ ഉള്ള ബോണ്ടിങ്ങിൽ ഓക്സിറ്റോസിനാണ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത്. അമ്മയും കുഞ്ഞും സമയം ഒരുമിച്ച് ചെലവഴിച്ചതിന് ശേഷം അമ്മയുടെയും കുഞ്ഞിൻ്റെയും രണ്ടുപേരുടെയും ബ്ലഡിൽ ഓക്സിറ്റോസിൻ്റെ ലെവൽ നല്ലോണം കൂടും. അതേപോലെ നമ്മൾ എൻഡോർഫിൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓർഗാസം, പെയർ ബോണ്ടിങ്ങിന് അത്യാവശ്യമാണ്. ഓർഗാസം കഴിഞ്ഞ ഉടനെ എൻഡോർഫിൻസിൻ്റെ ലെവൽ പോലെ തന്നെ കൂടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഓക്സിറ്റോസിൻ. എവിടെ നിന്ന് കിട്ടും കുറച്ച് ഓക്സിറ്റോസിൻ? സോഷ്യൽ കോൺടാക്ട്, ഏത് രീതിയിലുള്ള സോഷ്യൽ കോൺടാക്ട് ഇൻക്ലൂഡിങ് വെർച്വൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ആൾക്കാർ അരമണിക്കൂർ ഫേസ്ബുക്ക് സ്പെൻഡ് ചെയ്തതിന് ശേഷം അവരുടെ ബ്ലഡിൽ ഓക്സിറ്റോസിൻ നോക്കുകയാണെങ്കിൽ അത് ഒരുമിച്ച് ആൾക്കാരുടെ കൂടെ ഇരുന്ന് അത്രയും തന്നെ കൂടിയെന്നാണ് പഠനങ്ങൾ റിവീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓർഗാസം, സെക്സ് റിലീസസ് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓക്സിറ്റോസിൻ. അതേപോലെ ഏത് രീതിയിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റും, കെട്ടിപ്പിടിക്കുക, കൈ പിടിക്കുക, മസാജ്, ഇതൊക്കെ ഓക്സിറ്റോസിൻ കൂട്ടുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു മെറ്റേണൽ ബോണ്ടിങ്, അമ്മയും കുഞ്ഞും തമ്മിൽ സമയം ചെലവഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലീസാവുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഓക്സിറ്റോസിൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാനോ സമയം ചെലവാക്കാനോ മനുഷ്യന്മാരില്ലെങ്കിലും ഡു നോട്ട് ഫിയർ, കാരണം പെറ്റ്സ് ഡു ദ ട്രിക്ക്. നായ്ക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം നായ്ക്കളുടെ ഓണേഴ്സിൻ്റെ ബ്ലഡിലെ ഓക്സിറ്റോസിൻ ലെവൽ നോക്കുകയാണെങ്കിൽ അത് മനുഷ്യന്മാരുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം കിട്ടിയ ഓക്സിറ്റോസിൻ ലെവലിൻ്റെ അത്ര തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും, ഞാൻ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസൊക്കെ ഒരു രീതിയിൽ പ്രിമിറ്റീവ് പ്ലഷേഴ്സാണ്. സെക്സ്, നല്ല ഭക്ഷണം, ആൾക്കാരുടെ കൂടെ ഇരിക്കുക, സോഷ്യൽ കോണ്ടാക്ട്, ഓർഗാസം, ഇതെല്ലാം ഒരു പ്രിമിറ്റീവ് നമ്മളുടെ എവല്യൂഷണറിലി നമുക്ക് അത്യാവശ്യം എന്ന് പറയാൻ പറ്റുന്ന പ്ലഷേഴ്സാണ്. അപ്പോൾ വാട്ട് അബൌട്ട് ദ ഹയർ ഓർഡർ പ്ലഷേഴ്സ്? ഒരു ബുക്ക് വായിക്കുമ്പോഴോ, പാട്ട് പാടുമ്പോഴോ, കേൾക്കുമ്പോഴോ, ചിത്രം വരയ്ക്കുമ്പോഴോ, അങ്ങനത്തെ പ്ലഷേഴ്സിന് ഏത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്? അതിൽ കറക്റ്റ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. അത് എവിടെയൊക്കെയാണ് എന്നുള്ള പഠനം നമ്മൾ ന്യൂറോ സയൻസിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അത് എന്താണ് കറക്റ്റ് ചെയ്താൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കിയത്രത്തോളം ഉറപ്പിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഹയർ ഓർഡർ പ്ലഷേഴ്സിനും ഇതേ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ തന്നെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ നമ്മളെ ഫണ്ടമെൻ്റൽ പ്ലഷേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്സ്, നല്ല ഭക്ഷണം, ഹ്യൂമൻ കോണ്ടാക്ട്, ലവ്, ഇതിന്നൊക്കെ റിലീസാവുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തന്നെയാണ് നമ്മുടെ ഈ ഹയർ ഓർഡർ പ്ലഷറിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്.
ഞാൻ ഈ ടോക്ക് തുടങ്ങിയത് വാട്ട് ഡസ് ഹാപ്പിനെസ് മീൻ ടു എന്നുള്ള ക്വസ്റ്റിനും ഞാൻ സെലക്ട് ചെയ്ത അഞ്ച് ഉത്തരങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും നമ്മുടെ ജൈവരാസ പ്രക്രിയയും വെച്ചിട്ട് ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് സന്തോഷം നൽകുന്നു എന്ന് ആൻസർ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലൊരു ചോദ്യമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഉത്തരം അതൊരു ചോദ്യം തന്നെ. സന്തോഷം എന്ന് വെച്ചാൽ അതിപ്പോൾ മനസ്സിന് വരേണ്ട ഒരു സാധനമല്ലേ. അത് ഞാൻ എൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. കോംപ്ലക്സ് പ്രോഡക്റ്റ് ഓഫ് ബയോകെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ബ്രെയിൻ. നമ്മുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന ജൈവരാസ പ്രക്രിയകളുടെ ഒരു ഉൽപ്പന്നം മാത്രമാണ് സന്തോഷം. അപ്പോൾ മനസ്സെന്ന് വെച്ചാൽ നമ്മൾ മസ്തിഷ്കമാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്നാൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ട ഒരു സാധനം തന്നെയാണ് സന്തോഷം. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളും അതിൻ്റെ മെക്കാനിസംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം മാത്രം. ഈ മെക്കാനിസംസും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഇൻടാക്റ്റ് ആണെങ്കിൽ, അത് നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു കേടും ഇല്ലാതുണ്ടെങ്കിൽ എക്സ്ട്രീം സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് പോലും സന്തോഷം അനുഭവപ്പെടാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. കംപ്ലീറ്റ് പാരാലിസിസ് ആയിട്ടുള്ള പേഷ്യൻ്റ്, എണീറ്റ് നടക്കാനോ കയ്യോ കാലോ ചലിപ്പിക്കാനോ ചിലപ്പോൾ സംസാരിക്കാൻ പോലും പറ്റാത്ത കംപ്ലീറ്റ് പാരാലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് അവരുടെ ഹാപ്പിനെസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഒരു -5 to +5, -5 ഏറ്റവും മോശവും +5 ഏറ്റവും സന്തോഷവും എന്നുള്ളൊരു സ്കെയിലിൽ അവരെത്ര സന്തുഷ്ടരാണെന്ന് ചോദിച്ചപ്പോൾ +3 ആണ് ആവറേജ് റേറ്റിംഗ് കിട്ടിയത്. അധികം ആൾക്കാരും അവർ ഹാപ്പിയാണെന്നുള്ളതാണ് തന്നത്. അപ്പോൾ സിറ്റുവേഷൻസിനെക്കാളും ഈ നമ്മുടെ ബ്രെയിനിലുള്ള മെക്കാനിസംസ് ഹാപ്പിനെസ്സിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത് സന്തോഷം ജീവിതം നമുക്ക് കൈ കൊണ്ട് തരേണ്ടതോ നമുക്ക് വീണ് കിട്ടേണ്ടതോ എവിടെന്നെങ്കിലും കിട്ടേണ്ട ഒരു സംഭവമല്ല. അത് നമ്മുടെ തന്നെ ബ്രെയിനിൻ്റെ വെറും പ്രോസസ്സാണ്. അതുകൊണ്ട് വാട്ട് ഈസ് ഹാപ്പിനെസ്? ഇറ്റ്സ് ദിസ് ആൻഡ് ദിസ് ആൻഡ് ദിസ് ആൻഡ് ദിസ് and this and this and this and even this. It doesn't matter കാരണം അൾട്ടിമേറ്റ്ലി എല്ലാം നമ്മുടെ മസ്തിഷ്കത്തിൽ തന്നെ. താങ്ക് യു.